ഹായ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് കരുതുന്നു. ഇന്നൊരു ദിവസം രാത്രി തൊട്ടിട്ട് പിറ്റേ ദിവസം വരെയുള്ള വീഡിയോസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കുറച്ചായിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ബീഫ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. ബീഫ് കറി ഉണ്ടാക്കാൻ അധികം ബീഫൊന്നുമില്ല, കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉമ്മ ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കറി വെക്കുമ്പോൾ സാധാരണ വേവിക്കില്ല, കുക്കറിൽ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടാണ് വെക്കൽ. അപ്പോൾ ഇന്ന് ഉമ്മ ബീഫ് വേവിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അത് കറിയാക്കാം, പിന്നെ ഫ്രൈ ആകുമ്പോൾ എല്ലാവർക്കും ഒന്നും എത്തൂല, എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ എത്തൂല, അപ്പോൾ എല്ലാവർക്കും കുറച്ച് എടുക്കാമല്ലോ കറി വെച്ചാൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കറി ഉണ്ടാക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഈ പാത്രം കണ്ട് അടിപൊളിയാണ് കേട്ടോ, കറി വെക്കാനൊക്കെ നല്ലൊരു ചട്ടിയാണ്. ശംരി കൊണ്ടുവന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതിന് കുറേ കറിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എപ്പോഴും ഞാൻ വിചാരിക്കലുണ്ട് കറി ഉണ്ടാക്കാനൊരു ചട്ടിയില്ലല്ലോ എന്നുള്ളത്. എല്ലാവരും അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് തകൃതിയുള്ള പണിയിലാണ് കേട്ടോ. റെമി തേങ്ങ ചിരണ്ടുന്നുണ്ട്, ശംരി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിച്ച് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലിച്ചതൊക്കെ തീർന്നിട്ടുണ്ടെന്ന്. അതൊക്കെ ഒന്നിന് പിന്നെ നമ്മുടെ മിക്സിയിലിട്ടൊന്ന് വെളിച്ചെണ്ണയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒതുക്കി വെക്കണം. അപ്പോൾ കുറേ നാൾ നമുക്ക് എത്തും. പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല പേസ്റ്റാക്കില്ല കേട്ടോ, കുറച്ച് ചതച്ച പോലെ ഉണ്ടാക്കി എടുക്കുള്ളൂ. അപ്പോഴാണ് ബിരിയാണിക്കൊക്കെ ശരിയാവുന്നത്. എനിക്ക് നമ്മളെ കറി റെഡിയായി വരുന്നുണ്ട്. എനിക്ക് പക്ഷേ ബീഫ് കറി എപ്പോഴും കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ, മസാലൻ്റെ കൂടെ തന്നെ. ഇതിപ്പം മസാല നന്നായിട്ട് നമ്മൾ ബീഫിനെ പിടിക്കുകയൊന്നും ചെയ്യില്ല. ഞാൻ തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ തേങ്ങ അരച്ചപ്പോൾ എന്താ വെച്ചാൽ തേങ്ങ വെന്ത് കിട്ടിയില്ല. അന്നേരം ഞാനതിൻ്റെ പാലെടുത്തിട്ടാണ് പിന്നെ കറി ഉണ്ടാക്കി. കറി ആക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെയല്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഒന്നേ ഉള്ളൂ. പക്ഷേ അത് ഫ്രൈ ആക്കിയെങ്കിൽ ഒന്നോ രണ്ടാൾക്ക് കഴിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് ശംരി വന്നിട്ട് അവിടെ എന്താ തട്ടമൊക്കെ ചുരുട്ടി കെട്ടിയിട്ട് അവിടെ വന്നിരിക്കുകയായിരുന്നു, താഴെയൊക്കെ ഇട്ടിട്ട്. ഞാൻ പറഞ്ഞു അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് തലയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മൾ ഒറ്റക്കാണ് നല്ലതെന്ന്. എല്ലാവരും കൂടി വരുമ്പോൾ ഇല്ലേ നമുക്ക് അവരെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവരൊരു പക്ഷേ ഒരാൾ തട്ടിയിടാതെ വരുന്നുണ്ടാകും, ഒരു പക്ഷേ ഒരാൾ അതിലേ ഓടുന്നുണ്ടാകും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് മാത്രമാണ് വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് ഇവരില്ലാതാവും ചെയ്യില്ല. എല്ലാം കൂടി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു ഷോർട്സ് എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയ കാര്യങ്ങളൊക്കെ. ശംരിക്ക് സുഖമില്ല, എനിക്ക് അന്ന് ഹോസ്പിറ്റലിൽ പോയി വന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും റെമിയൊക്കെ വന്നിട്ടുണ്ടായിന്. പിന്നെ തിരക്കിട്ട് രാത്രിയിലത്തെ പണികളിലായിരുന്നു. അപ്പം ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. മക്കളുണ്ടെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് കിച്ചണിലാക്കൂല. ആരെങ്കിലും ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും കിച്ചണിലേക്ക് വരും. ഇവിടുത്തെ ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ ഒരാളങ്ങനെ നോക്കിയിരിക്കുകയും ചെയ്യില്ല. ഇനി പണിയെടുക്കുന്നില്ലെങ്കിലും എല്ലാവരും വന്ന് നമ്മളെ എടുത്തിരിക്കും. അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ, നമ്മൾ കിച്ചണിൽ പണി ചെയ്യുമ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകുന്നത്. അല്ലാതെ നമ്മളൊറ്റയ്ക്ക് കിച്ചണിൽ പണി ചെയ്ത് മക്കളൊക്കെ അല്ലെങ്കിൽ ഞാൻ ഉള്ളിലിരിക്കുക, മക്കൾ ഒറ്റയ്ക്ക് പണിയെടുക്കുക, അതൊക്കെ ആകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല. അതാണ് എനിക്ക് എപ്പോഴും ഇവർ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അല്ലാതെ കുറച്ച് നാളൊക്കെ ഞാൻ ഒറ്റയ്ക്കായപ്പോൾ ഭയങ്കര വിഷമമായിട്ടുണ്ടായിന്. എന്ന് വെച്ചാൽ പണിയെടുക്കലും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ തന്നെ മടിയേനും, ആരും കഴിക്കാനില്ലല്ലോ എന്ന് വെച്ചിട്ട്. ഇന്നിപ്പോൾ എന്തായാലും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കാനൊരു സന്തോഷമാണ്. പിന്നെ ഞാൻ പറയില്ല, എപ്പോഴും നമ്മൾ ആ കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്തില്ലേ, നമ്മൾ ആദ്യം തന്നെ കുറേ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റക്കൊക്കെ ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തലേ ദിവസം ഇനിയിപ്പോൾ രാത്രിക്കുള്ളത് വൈകുന്നേരം നമ്മളെല്ലാം റെഡിയാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ രാവിലെ ആണെങ്കിലും അടുക്കള കിച്ചണിലെ പണികളൊക്കെ രാത്രിയിലെല്ലാം തീർത്തിട്ട് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ നമുക്ക് രാവിലെ പണികൾ പെട്ടെന്ന് നിർത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഓഫീസിലും എന്തെങ്കിലും വർക്കിനൊക്കെ പോകുന്നവരാണെങ്കിൽ നമ്മൾ അതെല്ലാം കട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇനിയിപ്പോൾ ചോറ് വെക്കുന്നുണ്ടെങ്കിൽ റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതിനകത്ത് അരി കഴുകിയിട്ട് വെക്കുക. എന്നാൽ നമുക്ക് രാവിലെ അത് വാർത്തെടുത്താൽ മാത്രം മതി. ഇനിയിപ്പോൾ കറിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് രാവിലെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം പുളിദോശയും ഇഡ്ഡലിയൊക്കെ ആണെന്ന് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ അരിയൊക്കെ അരച്ച് വെക്കുമല്ലോ. പിന്നെ അതിൻ്റെ ചട്നിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ, തേങ്ങയൊക്കെ ചിരകി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ മുമ്പൊക്കെ ഓരോ വീഡിയോയിൽ ബ്ലോഗിലൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ വീഡിയോ ഒന്നും എൻ്റെ പിന്നില്ല. അപ്പം ഞാൻ ഒന്നുകൂടി അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാമെന്ന് വെച്ചോട്ടോ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ അങ്ങനെയുള്ള മോട്ടിവേഷൻ വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത്. ഞാൻ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 200-300ഓളം മോട്ടിവേഷൻ വീഡിയോ തന്നെയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ പോയി വലിയ മോട്ടിവേഷൻ ചെയ്യുന്ന ആളൊന്നല്ല കേട്ടോ. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. എനിക്ക് അറിയുന്ന കാര്യങ്ങളും മാത്രമേ ഞാൻ പറയുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ കിച്ചണിൽ. എനിക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കിച്ചണിൽ പണിയെടുക്കാനായിട്ട്. പക്ഷെ വയ്യാത്തുള്ള ഒരു പ്രശ്നമില്ല. നമ്മൾ ബീഫ് കറി ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത് പിന്നെ ഞാൻ ലസാനിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുന്നതാണ്. പിന്നെ ലസാനിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ റമദാൻ്റെ സമയത്ത് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഇന്നിപ്പം കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. മെമ്പേഴ്സ് കൂടുതലുള്ളതുകൊണ്ട് 2 എണ്ണം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നൊരു കാര്യമാണ് കേട്ടോ, ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ലസാനിയ ഉണ്ടാക്കിയതിനോട് നമ്മൾ പിന്നെ പാത്രവും പൊട്ടിച്ച് നമ്മൾ
ആദ്യം അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ട്. അത് ഇന്നലെ അങ്ങനെ തന്നെ ആ പാത്രം എടുക്കുന്ന സമയം മുമ്പേ ഒന്ന് പൊട്ടി, 2 എണ്ണം ഉണ്ടായിരുന്നത്. ഇനിയിപ്പം വേറെ വാങ്ങിക്കണം ഉണ്ടാക്കണമെങ്കിൽ. നമുക്കൊന്നാമത് ലസാന ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ മേലെ ഒരു പാത്രം എന്തായാലും വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് വെക്കുന്നുണ്ട്, അതിനകത്ത് ഇറക്കി വെക്കുന്ന പാത്രം വേണ്ടേ, അതുകൊണ്ടാണ്. പിന്നെ വെച്ചാൽ ഞാൻ ഓവളിലും അതിനകത്തൊന്നും ഉണ്ടാക്കൽ കുറവാണ്. എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് എപ്പോഴും പെട്ടെന്നാകുന്നത് ഇതാക്കിയാണ് കേട്ടോ തോന്നൽ. ഓവളിലൊന്നും അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കലേ ഇല്ല. പക്ഷെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. എൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു ഗോൾഡൻ കളറായിട്ട് കിട്ടും. അങ്ങനെ ഇതിപ്പോൾ ഞാൻ കുക്കറിൽ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ച് നെയ്ച്ചോറ് വെക്കുന്നുണ്ട്, ലസാനിയ ഉണ്ട്, ബീഫ് കറിയും. ഇത്രയാണ് ഇന്നത്തെ. പിന്നെ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം ഞാൻ ഷംറയും കൂടി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞങ്ങൾ ആ ചായയൊക്കെ കുടിക്കുന്ന ടൈമിൽ പൊറോട്ടയും വാങ്ങിച്ചു. നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ. അപ്പം വിചാരിച്ചൊരു 5-6 വാങ്ങിക്കാമെന്ന്. അതും കൊണ്ടൊന്ന് ചൂടാക്കി വെച്ചു. അപ്പം പിന്നെ രാത്രിക്ക് അത്ര വലിയ ഒരുപാട് പണിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പം കുടിക്കാനുള്ള വെള്ളം വെച്ചതാണ് കേട്ടോ. ജീരകം ഇട്ടിട്ട് വെള്ളം വെക്കാമെന്ന് വെച്ചിട്ട്. എല്ലാവരും തണുത്ത വെള്ളം തന്നെയാണ് കുടിക്കൽ. പക്ഷേ ഇന്ന് പിന്നെ ചൂടുള്ള വെള്ളം കുടിക്കുക വെച്ചാൽ എല്ലാവർക്കും തൊണ്ടവേദനയും പനിയൊക്കെ വരുന്നൊരു ലക്ഷണമുണ്ട്. അപ്പോൾ ചൂടുള്ള വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ശരിയല്ല. നമ്മൾ അപ്പുറത്തെ അടുപ്പത്ത് ലസാനിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ചൂടോടെ തന്നെ കഴിക്കണം. കഴിക്കാനാകുന്ന ടൈമിൽ മാത്രമേ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളെ ചീസൊക്കെ അല്ലേ, ചീസൊക്കെ ഉറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഒരു ഏശാവൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നെയ്ച്ചോറും പിന്നെ നമുക്ക് ചൂടോടെ തന്നെ നല്ലതെന്ന് വിചാരിച്ചിട്ട്. ഒന്നാമത് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും ഫുഡ് ചൂട്ടോടെ കഴിക്കുന്നതല്ല നല്ലത്. ഇവിടെ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ ഓരോരിടത്ത് നല്ല മഴയാണെന്ന് പറയുന്നിട്ട് നമ്മളിവിടെ മഴയേ ഇല്ല. പിന്നെ മുമ്പൊക്കെ ഒരു മഴ പെയ്ത സമയത്ത് 2-3 ദിവസമൊക്കെ അടുപ്പിച്ച് പെയ്തിനെ. പിന്നെ മഴ എങ്ങനെയാണെന്ന് പെയ്തിട്ടില്ല. ഇതൊക്കെയാണ് നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻസിൽ പറയണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ അതിൽ ഹൈപ്പും കൂടി അമർത്തുക, എന്നാലും മാത്രമേ നമ്മളെ വീഡിയോ എല്ലാവരിലേക്കും എത്തുള്ളൂ. പിന്നെയെന്ന് വെച്ചാലില്ലേ, ഞാനിന്ന് കൂടുതൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് കേട്ടോ വോയിസ് കൊടുക്കുന്നത്. വീഡിയോ എടുത്ത് അതേപോലെ അങ്ങനെ വോയിസ് കൊടുക്കുകയാണ്. പക്ഷേ എഡിറ്റിങ് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല തലവേദനയും ഒക്കെ ഉണ്ട്. തൊണ്ടവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞിട്ട് തലവേദന ഉണ്ടാകുമ്പോൾ എഡിറ്റിങ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഴുത്തുവേദനയൊക്കെ ആയിട്ട്. അപ്പം ഞാൻ കൂടുതൽ എഡിറ്റിങ് ചെയ്യാതെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ എന്തായാലും ഫുഡിൻ്റെ ടൈം ആയിട്ടുണ്ട്. ഞാൻ പൊറോട്ടയൊക്കെ എടുത്ത് വെച്ച് ഫുഡൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. പിന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പുറമൊക്കെ ഒരാൾ ടേബിൾ തുടക്കുന്നുണ്ട്, ഒരാൾ പാത്രം കഴുകി വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ തീരും, ക്ഷീണം തോന്നുകയും ചെയ്യില്ല കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ചോറും കറികളൊക്കെ അധിക ദിവസങ്ങളിലും ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ രാത്രിയത്തെ ഫുഡാണ് ഞാനും ഷംറയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ കൂടുതലും. രാത്രിയിൽ എല്ലാവരും കഴിക്കാനുണ്ടാവുക, അതുകൊണ്ടുകൂടിയാണ്. പക്ഷെ നെയ്ച്ചോറിനില്ല എന്തോ അരിയുടെ മോശമാണോ എന്താണ്, അരിയുടെ മോശം പറയല്ല, നമ്മൾ വെച്ചതിന് ഞാൻ വെള്ളം കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിന്. പിന്നെ സാധാരണ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുക്കറിൽ 1 വിസിലേ അടിക്കണ്ട കേട്ടോ നെയ്ച്ചോറ് വേകാനായിട്ട്. പക്ഷെ ഇന്ന് 2 വിസിലടിച്ചതിനും ചോറ് വേകാത്ത പോലെ ഉണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് തന്നെയാണ് വെച്ചത്. ഇപ്പം എനിക്കൊന്ന് അരി കുറച്ച് വണ്ണമുള്ള അരിയാണ്. നമുക്ക് ഓരോ തരം നമ്മൾ അരി പേരൊന്നും നോക്കുന്നില്ലല്ലോ. ഇങ്ങനെ 1 കിലോ 2 കിലോ ഒക്കെ വാങ്ങിക്കുമ്പോൾ ലൂസായിട്ട് വാങ്ങിക്കുമ്പം ഏതാ അരിയെന്നറിയാതെ വാങ്ങിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നില്ല. അപ്പം നമുക്കതിന് കൃത്യ അളവ് ഏത് വെള്ളം വെക്കേണ്ടത്. പിന്നെ ഈ പണ്ട് എൻ്റെ ഉമ്മാമയൊക്കെ പറയുന്നത് കേട്ടിട്ട് കാടി വെള്ളം, നമ്മൾ അരി കഴുകുന്ന കാടി വെള്ളമില്ല, അത് നല്ലൊരു കട്ടി ഉണ്ടെങ്കിൽ വെള്ളം കുറവേ വേണ്ടു, നേരിയ വെള്ളമാണെങ്കിൽ വെള്ളം കൂടുതൽ വേണം. അങ്ങനെ എന്തോ പറഞ്ഞത് മാറിപ്പോയെന്നറിയില്ല. അങ്ങനെ എന്തോ ഒന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ നെയ്ച്ചോറൊന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ച് വേവ് കുറഞ്ഞിട്ടുണ്ട്, ഒരാടിനെ കുറച്ച് സമയം അടച്ച് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടല്ലോ വെച്ചേട്ടാ. അങ്ങനെ ബീഫ് കറിയൊക്കെ വിളമ്പട്ടെ. കുറച്ചേ ഉള്ളൂ കറി, എന്നാലും എല്ലാവർക്കും തന്നെ എത്തിയിട്ട് രാവിലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച് എത്തൂലെന്ന്. പിന്നെ അതുമല്ല പിറ്റേ ദിവസം ഉസ്താദിൻ്റെ കത്തലാണ്. അപ്പോൾ രാവിലെ തന്നെ എണീക്കണം. അപ്പോൾ ഞാൻ പിന്നെ കറണ്ട് ഉണ്ടാവില്ല കേട്ടോ കൂടുതലും. ഞാൻ എപ്പോഴും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ആവശ്യമുള്ളൂ ഉസ്താദിൻ്റെ കത്തലും കാര്യങ്ങളൊക്കെ ആ ദിവസമായിരിക്കും കറണ്ട് ഇല്ലാതൊക്കെ. അപ്പോൾ തലേ ദിവസം തന്നെ ഞാൻ തലേദിവസമല്ല, ഇപ്പം ഈ രാത്രി തന്നെ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ദോശക്കുള്ള. വേറെ പച്ചരിയും കൂടെ പുതിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പം അത് കറണ്ട് ഉണ്ടെങ്കിൽ വേറെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ രാവിലെ വരാറുണ്ട് സാധാരണ. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും കറണ്ടില്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ടേ, അല്ലെങ്കിൽ നെയ്ച്ചോറാക്കി കൊടുക്കണ്ടേ. നെയ്ച്ചോറൊന്നും ശരിയാവില്ല ഇപ്പം രാവിലെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അരിയൊക്കെ തലേന്ന് അരച്ച് വെച്ചത്. ഞാൻ കൂടുതൽ ദിവസം അങ്ങനെ തന്നെയാണ് മിക്ക ദിവസങ്ങളിൽ അരച്ച് വെക്കുക. അങ്ങനെ രാത്രിയത്തേക്കുള്ളത് ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറും പൊറോട്ടയും ലസാനിയും പിന്നെ ഇത് നമ്മുടെ ബീഫ് കറി കേട്ടോ. പിന്നെ അപ്പത്തതിനകത്ത് നമ്മുടെ സാലഡാണ്, കക്കിരിയും സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത്രയാണ് രാത്രിയത്തെ ഫുഡ്. നമ്മൾ പിറ്റേ ദിവസം ഞാൻ രാവിലെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്.
പിന്നെ ഞാൻ എണീക്കുമ്പോഴത്തേന് എണീച്ചിട്ടുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേന് ഉമ്മ ഗ്രീൻ പീസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തേങ്ങ അരച്ചൊഴിക്കും മസാല ഇടുകയൊക്കെ വയ്യ ഞാൻ ചെയ്തു. പിന്നെ ശംറി റമ്മിയായിട്ട് ഒരാളായിട്ട് മാറി മാറി ദോശ ചൂടുന്നുണ്ട്. എന്നതാ പറഞ്ഞാൽ നമ്മളിവിടെ എല്ലാവരും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പണികൾ തീരും. ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും. ഇനിയിപ്പോൾ റമി ആയാലും ശംറി ആയാലും ഒക്കെയാണ്, ഒറ്റയ്ക്ക് പണിയെടുക്കാനാക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്ക് കഴിയുന്നില്ലെങ്കിലും ഒക്കെ അവർ വന്ന് പണിയെടുക്കാനായിട്ട് കൂടും. അല്ലാതെ എന്നെ ഞാനിപ്പോൾ എണീച്ചിട്ടില്ല എന്നുകൊണ്ട് എന്നെ വിളിക്കാനും നിൽക്കില്ല, എന്നെ കാത്തു നിൽക്കുകയും ചെയ്യില്ല കേട്ടോ. അവർ പണിയെടുക്കാനായിട്ട് അവരെന്നെ ചെയ്തോളും. അങ്ങനത്തെ ദോശയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുട്ടിനുള്ള അരിയാണ്. കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കണം. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. ഞാൻ കുറേ ആയി പുട്ട് കഴിച്ചിട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതൊക്കെ ഞാനങ്ങനെ മിക്സിയുടെ ജാറിൽ കുറച്ച് ഇട്ടിട്ട് നമ്മൾ ചെറിയ പൊടിക്കുന്ന ജാറില്ലേ അതിനകത്തിട്ടിട്ട് 2 പ്രാവശ്യം ഇട്ട് അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചിരട്ട പുട്ടില്ലേ നമ്മളെ സ്റ്റീലിൻ്റെ അതിനകത്താണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പുട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ട്. അതല്ലാതെ ഞാനിങ്ങനെ ഈ വൈറ്റ് റൈസിൻ്റെ പുട്ട് ഉണ്ടാക്കലേ കുറവാണ്. ഞാൻ അധികം മറ്റേ നമ്മളെ ചോളപ്പൊടിയില്ലേ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കുക. അത് പിന്നെ നമ്മളെ എന്താ പറയുക മറ്റേ അരിക്ക് കുത്തരിയുടെ ഒരു പുട്ടുണ്ടല്ലോ അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ രണ്ടും കൂടി ഞാൻ ഉണ്ടാക്കൽ. ഈ വൈറ്റ് റൈസ് വാങ്ങലേ കുറവാണ്. അതും പൊടിച്ച് വെക്കലൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ പുട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങും. ഇവിടെ കൂടുതലും ദോശ അല്ലെങ്കിൽ ഓട്ടുമപ്പൊളിയില്ലേ ഓട്ടര അതാണ് ഉണ്ടാക്കൽ. ഓട്ടര എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇപ്പം ആണെങ്കിൽ പിന്നെ ഓട്ടര ഉണ്ടാക്കലും ഇല്ല കുറേ ആയിട്ടോന്ന് വെച്ചാൽ ഞാൻ ഗ്യാസിലാണ് ഓട്ടര ചൂടിൽ ഗ്യാസ് നോക്കുന്ന ഓടാന്നുണ്ടത്. പക്ഷെ ഇപ്പം ഗ്യാസ് കിട്ടാതായി പിന്നെ ഓട്ടര ചൂടിലും നിർത്തി. നിങ്ങൾക്കൊക്കെ എങ്ങനെ ഗ്യാസ് കിട്ടുന്നുണ്ടായിരുന്നു? ഇപ്പം ഇനി ഒരു വർഷത്തിൽ 4 എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന് കഴിഞ്ഞ ഗ്യാസ് തന്നെ നമ്മൾക്ക് എങ്ങനെയല്ലോ 2 മാസം എത്തിച്ചതാണ്. 2 മാസം എത്തുന്നില്ല. ഇപ്പം 45 ദിവസം എന്തോ കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായത്. ആദ്യം എടുത്തിട്ട് 1 മാസം എന്നൊക്കെ പറഞ്ഞ് പിന്നെ അത് 45 ദിവസമാക്കിയെന്ന് തോന്നുന്നു. ഇനിയിപ്പം ഒരു വർഷത്തിൽ 4 എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എന്താണെന്നറിയില്ല. നമ്മൾക്ക് വിറകടുപ്പ് കത്തിക്കാൻ അടുപ്പില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുപ്പൊക്കെ ഉണ്ടാക്കേണ്ടി വരും. മുമ്പ് ഞാനൊരു കമ്പീൻ്റെ ഒരു അടുപ്പൊക്കെ വാങ്ങിയിട്ട് അതൊന്നും തീരെ കത്തുന്നുണ്ടായിട്ടില്ല. പിന്നെ ഉമ്മ ഇപ്പോൾ മുറ്റത്ത് വിറകൊക്കെ വെച്ചിട്ട് ചോറ് വെക്കും കേട്ടോ. ബാക്കി കറികളൊക്കെ ഗ്യാസുമ്മ തന്നെയാണ്. അതന്നെ വലിയ കാര്യമാണ്. ചോറ് അടുപ്പത്ത് വെക്കുന്നതുകൊണ്ട് അത് ഉമ്മ തന്നെ വെക്കണം. നമ്മൾ ആരും അടുപ്പിൻ്റെ അടുത്തേക്ക് പോവുകയേ ചെയ്യില്ല. ഒന്നാമത് എനിക്ക് പറ്റില്ല ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ വിറകൊക്കെ കത്തിച്ചിട്ട് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. മടി പിടിച്ചിട്ടല്ല കേട്ടോ. എനിക്ക് മടിയൊന്നുമില്ല അങ്ങനെ വെക്കാനായിട്ട്. വയ്യാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ കുറേ കൂട്ടുകാർ ചോദിക്കലുണ്ട്, കുറേ അല്ല കുറച്ച് കൂട്ടുകാരൊക്കെ കമൻറ്റിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നതെന്നുള്ളത്. പക്ഷേ നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പറയണം. അല്ലാതെ നമ്മൾ എന്താ വ്ളോഗിൽ പറയുക? ഫാമിലി വ്ളോഗർ എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇപ്പോഴത്തെ വീഡിയോയിലല്ല ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നില്ല, കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നുമില്ല. മുമ്പത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അതിനെടുക്കുക നല്ല വരിക്കച്ചക്ക ഉണ്ടതിനും കൊണ്ടുവന്നത് എൻ്റെ കാരണവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അതും അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ കട്ടൻ ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ബീഫ് കറിയും കുറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയുള്ള വിശേഷങ്ങൾ. അത് കഴിച്ചതേ പുറത്തെ വീഡിയോ എടുക്കാത്ത ഒരു കാര്യം എനിക്കില്ല കേട്ടോ. എപ്പോഴും ഞാൻ അത് എടുക്കും പുറത്തേത്. പിന്നെ ചോറായി ഉച്ചക്കേക്ക് ചോറും പിന്നെ നമ്മുടെ എന്താ പറയുക കക്കിരിയുള്ള പച്ചരങ്ങ കേട്ടോ. ചരങ്ങ വറുത്തതൊക്കെയാണ് ഉച്ചക്കത്തെ ചോറ്. കഴിക്കട്ടെ. ഇതിൻ്റെ കറികളോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇതേ ഉള്ളൂ. എനിക്ക് ഈ ഒരു കറിയേ വേണ്ടു. പിന്നെ ഗ്രീൻ പീസ് കറിയും കൂടെ ഉണ്ട്, അച്ചാറുണ്ട്. പിന്നെന്താ ഇനിയിപ്പോൾ ചോറും കൂടെ കഴിച്ച് ഇന്നത്തെ വീഡിയോ നമുക്ക് മതിയാക്കാം. പിന്നെ ഇനിയിപ്പം ബാക്കിയുള്ള പണികളൊക്കെ ഉണ്ട്. ഇനി വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ ശരിയാവില്ല. എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് ടൈം പോകുന്നു. ഇതന്നെ ഞാൻ പറഞ്ഞില്ല, എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഞാൻ വേഗം തന്നെ വോയിസ് ഇടാണ്. അല്ലെങ്കിൽ പിന്നെ അതവിടെ വെച്ച് പിന്നെ ഓർമ്മയില്ലാതാവും. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.